കേരളോത്സവത്തിൽ സമ്മാനദാനത്തെ ചൊല്ലി തർക്കം. വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനും അംഗങ്ങൾക്കും മർദ്ദനമേറ്റു. പാലക്കാട് മുട്ടിക്കുളങ്ങരയിൽ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. പുതുപ്പരിയാരം പഞ്ചായത്തിന്റെ കേരളോത്സവത്തിൽ സമ്മാനം ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മർദ്ദനം. സമ്മാനം തിങ്കളാഴ്ച വിതരണം ചെയ്യുമെന്ന് അറിയിച്ചതോടെയാണ് പ്രസിഡന്റ് ബിന്ദുവിനടക്കം മർദ്ദനമേറ്റത്. സുനിത സത്താർ എന്ന് പറഞ്ഞവരുടെ മൂത്ത മകനാണ് മർദ്ദിച്ചത്. രണ്ടാമത്തെ മകനെ അടിച്ചു. പിന്നെ ഏറ്റവും മുതിർന്ന മകനാണ് ഒരടിയും തന്ന് ചവിട്ടും തന്ന് ഞാൻ തെറിച്ച് വീഴുകയും. അപ്പോഴാണ് വലിയ ആക്ഷേപം നടന്നത്. ജാതിപ്പേര് വിളിച്ചിട്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരിച്ചത്. ചെറുമനും ചെറുമിയും വലിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ചത്. അത്രയും ഭീകരമായിരുന്നു. ഇതുപോലെ അനാവശ്യം വളരെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനാവശ്യമാണ് പറഞ്ഞത്. നമ്മുടെ കേരളോത്സവം ഫുട്ബോളാണ് ഫൈനൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഫുട്ബോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫുട്ബോൾ കഴിഞ്ഞു വിജയിച്ചത് ഈ സൈക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ്. അവർ വിജയിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രൈസ് ചോദിച്ചു. സമ്മാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെയാണ് വിതരണം, അത് നേരത്തെ തീരുമാനിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വേണം, ഇപ്പോൾ കളിച്ചാൽ ഇപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് ആദ്യം ഉണ്ടായത്. ആ പ്രശ്നം അവർ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി വന്ന് ഞങ്ങളെ എല്ലാവരെയും എന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മളുടെ മെമ്പർമാരെല്ലാവരും കൂടി. അതുകൊണ്ടാണ് എനിക്ക് അധികം ഒന്നും സംഭവിക്കാതിരുന്നത്. എൻ്റെ കഴുത്തിൽ വെച്ച് എന്നെ വെള്ളി തള്ളാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡ്രൈവർ വന്ന് പിടിച്ചു. അത് ഡ്രൈവറെ തല്ലുന്നത് കണ്ടപ്പോൾ ഗംഗാധരേട്ട മെമ്പർ വന്നു. ആ ഗംഗാധരേട്ട മെമ്പറേയും ചവിട്ടി താഴേക്ക് ആക്കി. അത് കഴിഞ്ഞു പിന്നെ അവിടുത്തെ പോലീസ് തന്നെ ഇടപെട്ടു. ക്യാമ്പിലത്തെ പോലീസ് തന്നെ ഇടപെട്ടത് കൊണ്ടാണ് മാറ്റി നിർത്തിയത്. ഇതാണ് സംഭവിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.